ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു ഹെയർ കട്ടിങ്ങിൻ്റെയും ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇടുന്നത്. പ്രത്യേകിച്ചൊന്നും കാരണമില്ല, കുറച്ച് തിരക്കായിരുന്നു. പിന്നെ വളരെ ചെറിയ രീതിയിൽ ജൂലൈ ആയതുകൊണ്ട് കുറച്ച് തിരക്കുകളും, പിന്നെ ഇടയ്ക്കൊരു പനിയും ഒക്കെ ആയിട്ട് എഡിറ്റിംഗ് ഒക്കെ താമസിച്ചു. അപ്പോൾ 2 പേരായിരുന്നു, അമ്മയും മോളും. അപ്പോൾ 2 പേർക്ക്, ഒരാളുടെ മുടി വെട്ടിയത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത ആളും കൂടെ ഹെയർ കട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ജോലിയിൽ നമ്മൾ പലപ്പോഴും സാറ്റിസ്ഫൈഡ് ആവുന്നു. അപ്പോൾ അങ്ങനെ അതുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ ഫെദർ കട്ട്, മറ്റേ ആളൊരു സ്ട്രെയിറ്റ് കട്ടാണ് ചെയ്തത്. സ്ട്രെയിറ്റിലൊരു ചെറിയ യു ഷേപ്പിലൊരു കട്ട് ചെയ്തു. രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കെരാട്ടിൻ്റെ പ്രോസസ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ടയേർഡാകും. കെരാട്ടിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ടയേർഡാകും. കാരണം അതൊക്കെ ഒരു ലോങ് ടൈം പ്രോസസ്സാണല്ലോ. അതൊരു ഡാമേജ് ഹെയറും കൂടെ ആയിരുന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതും ചെയ്തു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടത്, പിന്നെ അതിന് ശേഷമുള്ള ഒരു പനി, പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞ ആഴ്ചകളൊക്കെ കടന്നുപോയി. അപ്പോൾ ഇനിയും അടുത്ത പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മുടി ഒരുപാട് ഡാമേജ് ആയിട്ടിരിക്കുന്നവർ ഒന്നെങ്കിൽ കെരാട്ടിൻ പോലുള്ള ഏതെങ്കിലും ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. പക്ഷേ ആഫ്റ്റർ കെയറിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്യുന്നിടത്ത് അത് ചോദിച്ച് മനസ്സിലാക്കി ആഫ്റ്റർ കെയറിങ്ങും നന്നായിട്ട് ചെയ്യണം. അപ്പോൾ മുടിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പിന്നെയും വളർന്നു വരും. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.